GST എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ അതിന് വരുന്ന ആനുവൽ കംപ്ലയൻസസ് എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നമ്മൾ പൊതുവെ കേട്ടുവരുന്ന ഒരു വാക്കാണ്, എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു വാക്കും കൂടെയാണ്. നമുക്ക് ഈ GST വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടുള്ള ഒരെണ്ണമാണ് വാറ്റ്. വാറ്റ് എന്ന് പറയുമ്പം ഓരോ സ്റ്റേറ്റിനും ഓരോ വാറ്റായിരുന്നു. വാറ്റ് എന്ന് വെച്ചാൽ വാല്യൂ ആഡഡ് ടാക്സ്. അത് കേരളത്തിന് വാറ്റ് ഉണ്ടായിരുന്നു, തമിഴ്നാടിന് തമിഴ്നാട് വാറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും ഓരോ വാറ്റായിരുന്നു. പിന്നെ അതുപോലെ ലക്ഷറി ടാക്സ്, പിന്നെ സെൻട്രൽ എക്സൈസ്, അതുപോലെ കുറേ ഇൻഡയറക്റ്റ് ടാക്സുകൾ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കസ്റ്റമറെ കൊണ്ട് അടപ്പിക്കുകയല്ല, നമ്മുടെ ഇൻകം ടാക്സ് ഒക്കെ പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ കസ്റ്റമറിൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ്. കുറച്ചും കൂടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് നമ്മുടെ ടോട്ടൽ ഇൻകം നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലാഭം, ഇപ്പം ബിസിനസ് ആണെങ്കിൽ ലാഭം നോക്കുന്നു, ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മുടെ ഇൻകം നോക്കിയിട്ട് അതിന് ഫ്ലാറ്റായിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കുകയാണ്. GST അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു TV അല്ലെങ്കിൽ ഒരു AC വാങ്ങിക്കാൻ നമ്മൾ ചെന്ന് നോക്കുക, ആ എൻഡ് യൂസർ അല്ലെങ്കിൽ ആ കസ്റ്റമറുടെ അടുത്തു നിന്ന് ഈ ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഈ സെല്ലർ GST കളക്ട് ചെയ്യുവാണ്. എന്നിട്ട് അവരത് ഗവൺമെൻറ്റിലേക്ക് റെമിറ്റ് ചെയ്യുന്നു. ഇതിനാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എൻഡ് ഓഫ് ദ ഡേ കസ്റ്റമറുടെ അടുത്തു നിന്ന് തന്നെയാണ് ഈ പൈസ പോകുന്നത്, പക്ഷേ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആ കസ്റ്റമറെ കൊണ്ട് അടപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. GSTയുടെ ഒരു മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ GST എന്തിനാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പല സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാറ്റ് അല്ലെങ്കിൽ സർവീസ് ടാക്സുകളായിരുന്നു. സർവീസ് ടാക്സ് യൂണിഫോം ആയിരുന്നു ഓൾ ഇന്ത്യ, പക്ഷേ വാറ്റ് ഓരോ സ്റ്റേറ്റിനും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഇതിനെ എല്ലാം കൂടെയും ഏകീകരിച്ച് ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇന്ത്യ മൊത്തത്തിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന് ഒറ്റ റേറ്റാണ്. പണ്ട് വാറ്റായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ഓരോ സ്റ്റേറ്റിലും ഓരോ പ്രൊഡക്റ്റിനും ഡിഫറെൻറ്റ് റേറ്റ് ആയിരുന്നു. അപ്പം മെയിനായിട്ട് നമുക്ക് ഈ ഇൻ്റർ സ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽ നടക്കുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു സാധനം സെല്ല് ചെയ്തു, അപ്പോൾ അത് കേരളത്തിലേക്കാണ് അതിൻ്റെ ടാക്സ് ഫുള്ള് നമ്മൾ ആദ്യം അടയ്ക്കുന്നത്. പിന്നെ ഒരു ഫോം എന്ന് പറഞ്ഞ് വേറെ ഫോമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും വെച്ച് വേണം നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റേറ്റിൽ നിന്ന് അത് ക്ലെയിം ചെയ്യുക. അങ്ങനെ ഒരുപാട് പ്രൊസീജിയർ ഫോർമാലിറ്റീസ് കൂടുതലായിരുന്നു. അപ്പം അതിൽ നിന്നെല്ലാം ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൊണ്ടുവന്നത്. അതാകുമ്പം അത് നമുക്ക് ഇന്ത്യയിൽ എവിടെ ഏത് പ്രൊഡക്റ്റ് ഏത് സ്റ്റേറ്റിലേക്ക് സെല്ല് ചെയ്താലും സെയിം റേറ്റ് ആയിരിക്കും. കേരളത്തിൽ ഇപ്പം 18% ഒരു പ്രൊഡക്റ്റിന് വരുന്നതെങ്കിൽ അതേ റേറ്റ് തന്നെയായിരിക്കും നമ്മൾ ഇപ്പം തമിഴ്നാട്, കർണാടക വേറെ ഏത് സ്റ്റേറ്റിൽ പോയാലും സെയിം റേറ്റ് ആയിരിക്കും. പിന്നെ GSTക്കകത്ത് നമുക്ക് മെയിനായിട്ട് 3 ടാക്സുകളാണ് വരുന്നത്, അല്ലെങ്കിൽ 3 അവരതിനെ തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് IGST, സെക്കൻഡ് വൺ SGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇങ്ങനെ 3 ഇതിനെ തരം തിരിച്ചിരിക്കുന്നത്. ഇതിൽ IGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റേറ്റ് സെയിൽ, നമ്മൾ ഒരു ട്രേഡറിൻ്റെ ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കുക. നമ്മളിപ്പം കേരളത്തിന് പുറത്തേക്ക് ഒരു സാധനം സെല്ല് ചെയ്തു, ഒരു 18% വില വരുന്ന ഒരു സാധനമാണെന്ന് വെക്കുക, 18% ടാക്സ് റേറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പം നമ്മളത് കേരളത്തിന് പുറത്തേക്കാണ് അത് സെല്ല് ചെയ്യുന്നതെങ്കിൽ നമ്മൾ IGST 18% ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് 18% സെൻട്രൽ ഗവൺമെൻറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇനിയിപ്പം നമ്മളത് അതേ സാധനം കേരളത്തിൽ തന്നെ, ഇപ്പം കൊച്ചിയിൽ നിന്ന് കാലിക്കറ്റ് ഒരാൾക്കാണ് ഈ സാധനം വിറ്റതെന്ന് വെക്കുക, അങ്ങനെ ആകുമ്പം അവിടെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CGST 9%, SGST 9%. അവിടെ 9% സെൻട്രലിലേക്കും പോകും, 9% സ്റ്റേറ്റിലേക്കും പോകും. ഒരു ബിസിനസ് ഓണർ പോയിന്റ് ഓഫ് വ്യൂവിൽ GST എടുത്തുകൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത്? നമുക്ക് GST രജിസ്ട്രേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ലിമിറ്റ് ഉണ്ട് ടേൺ ഓവറിന്. ആ ലിമിറ്റ് എക്സീഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഈ മാൻഡേറ്ററി ആയിട്ടുള്ള GST രജിസ്ട്രേഷൻ. അത് ഓരോ സ്റ്റേറ്റിനും ഓരോ റേറ്റ്സ് ആണ്. ചില സ്റ്റേറ്റിന് 10 lakhs ഉണ്ട്, ചിലതിന് 20 ഉണ്ട്, ചിലതിന് 40 lakhs ഉണ്ട്. നമുക്കിപ്പം കേരളത്തിൻ്റെ കേസിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരാം. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സർവീസാണ് ബേസിക് ലിമിറ്റ് എന്ന് പറയുന്നത് 20 lakhs ആണ്. ഇനിയിപ്പം നമ്മൾ ഗുഡ്സ് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ സർവീസ് ഒന്നും തന്നെ ഇല്ല, 100% ഗുഡ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് 40 lakhs ആണ് അതിൻ്റെ ലിമിറ്റ്. ഇനി അതല്ല, നമ്മൾ ഗുഡ്സും സർവീസും കൂടെ ചേർത്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവീസ് മാത്രമായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 20 lakhs ആണ് അതിൻ്റെ ലിമിറ്റ്. ഈ 20 lakhs ലിമിറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടേൺ ഓവർ, അതായത് നമ്മുടെ വരവ്, നമ്മുടെ ലാഭമല്ല, നമ്മുടെ ടേൺ ഓവറാണ് അവിടെ ചോദിക്കുന്നത്. ആ ടേൺ ഓവർ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 20 lakhs ക്രോസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഈ വർഷം രജിസ്ട്രേഷൻ എടുത്തു, അടുത്ത വർഷം എൻ്റെ ടേൺ ഓവർ 19 ലക്ഷമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ആ വൺസ് GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇനി ഒരു ബിസിനസ് ഓണർക്ക് ഒരു GST എടുത്തുകൊണ്ട് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ എക്സ്ട്രാ ബേർഡനോ ഉണ്ടോ? GST രജിസ്ട്രേഷൻ എടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഇതിനെല്ലാം നമുക്ക് GST ഇൻപുട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. GST ഇൻപുട്ട് എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരിടത്തുനിന്ന് പർച്ചേസ് ചെയ്തു, ആ ബില്ലിനകത്ത് ഒരു GST കോമ്പണൻറ്റ് കാണും. 18%, 5%, ചിലപ്പം 28 അല്ലെങ്കിൽ പല പെർസെൻറ്റേജിലുള്ള GST കാണും. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ GST ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത് ഫുള്ളും എൻ്റെ കോസ്റ്റാണ്. ഞാനതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു 1 ലക്ഷം രൂപയുടെ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു. 1 ലക്ഷം അതിൻ്റെ GST നമുക്കത് റൗണ്ട് ചെയ്ത് ഒരു 20,000 ആണ് അതിൻ്റെ GST എന്ന് വെക്കുക. അപ്പം മൊത്തത്തിൽ ഞാൻ 1,20,000 രൂപ ആ കടയിലേക്ക് കൊടുത്തു. എന്നിട്ടാണ് ഞാൻ ആ സാധനം പർച്ചേസ് ചെയ്തത്. അതിനകത്ത് 1 ലക്ഷം രൂപയേ ഉള്ളൂ മെറ്റീരിയൽ കോസ്റ്റ്, അല്ലെങ്കിൽ ആ സർവീസിൻ്റെ കോസ്റ്റ് 1 ലക്ഷം രൂപയാണ്. ബാക്കി 20,000 എന്ന് പറയുന്നത് GST ആണ്. അപ്പം എനിക്ക് GST രജിസ്ട്രേഷൻ ഇല്ല എങ്കിൽ ഈ 1,20,000 രൂപയും എൻ്റെ കോസ്റ്റാണ്. ഇനിയിപ്പോൾ എനിക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെന്ന് വെക്കുക, ഞാൻ എൻ്റെ GST നമ്പറും എല്ലാം കൊടുത്താണ് ഇത് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 20,000 എനിക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. GSTയുടെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണല്ലോ ബിസിനസ് ഓണേഴ്സിന് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ITC എടുക്കാമെന്നുള്ളത്. അപ്പം ഈ ITC ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പർച്ചേസ് ചെയ്താലും നമുക്ക് ആ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ, അതോ അതിന് റെസ്ട്രിക്ഷൻസോ ലിമിറ്റ്സോ ഉണ്ടോ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ എല്ലാ പർച്ചേസിനും നമുക്ക് GST ഇൻപുട്ട് അവൈൽ ചെയ്യാൻ പറ്റില്ല. അതിനകത്തൊരു പ്രൈമറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ബിസിനസ് പർപ്പസിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നതായിരിക്കണം. ഫർദറൻസ് ഓഫ് ബിസിനസ് എന്നുള്ളൊരു ടേമാണ് GST ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മുന്നോട്ടുള്ള ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ അത് എസെൻഷ്യലാണ്. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പർച്ചേസിൽ നിന്നുള്ള ഇൻപുട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിനകത്തെ മെയിൻ കണ്ടീഷൻ. പിന്നെ GST ഇൻപുട്ട് എടുക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് നമ്മളതിനെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്നൊക്കെയും പറയും. അതിലൊരെണ്ണമാണ് മോട്ടോർ കാറ്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, കാറ് വാങ്ങിക്കുമ്പോൾ GST നമ്പർ കൊടുക്കും, സ്വാഭാവികമായിട്ട് നമ്മുടെ GSTR 2Bയിൽ ഇത് കയറി വരും, നമ്മൾ ആ ഇൻപുട്ട് എടുക്കും. പക്ഷേ അത് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം മോട്ടോർ കാർ അത് ബിസിനസ് ആവശ്യത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ യൂസിനായിക്കോട്ടെ മോട്ടോർ കാറിൻ്റെ ഇൻപുട്ട് എടുക്കരുതെന്ന് തന്നെ ആക്ടിൽ പറയുന്നുണ്ട്. അതേപോലെ മറ്റൊരു സംഭവമാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു പുതിയൊരു ഓഫീസ് പണിയുകയാണ്. അപ്പം അവിടെ കുറച്ച് ഇൻറ്റീരിയർ വർക്ക്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇപ്പോൾ 2 ഫ്ലോറുള്ള ഒരു ഓഫീസ് 3rd ഫ്ലോറിലേക്ക് ഞാനൊരു കൺസ്ട്രക്ഷൻ നടത്തുകയാണ്. അപ്പം അവിടെ കുറേ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് അവിടെ ക്രിയേറ്റ് ആവുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും അതിന് യൂസ് ചെയ്യുന്ന ഇപ്പം സിമെൻറ്റ് അല്ലെങ്കിൽ കമ്പി അതുപോലെ ഇമ്മൂവബിൾ ആയിട്ട് എന്തൊക്കെ അവിടെ വരുന്നുണ്ടോ അതിനൊന്നും നമുക്ക് ഇൻപുട്ട് അവൈൽ ചെയ്യാൻ പറ്റില്ല. അത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് തന്നെ ഗവൺമെൻറ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ GSTയിൽ എന്താണ് ഈ ഇ-വേ ബിൽ അല്ലെങ്കിൽ അതുപോലെ ഈ ഇൻവോയ്സ്, ഇത് തമ്മിൽ എന്താണ്? ഇത് സെയിം ആണോ അതോ ഇത് ഡിഫറെൻ്റ് ആണോ? ഇ-വേ ബിൽ എന്ന് പറയുകയാണെങ്കിൽ അത് ഗവൺമെൻറ് GSTയുടെ തന്നെ ലിങ്ക്ഡ് ആയിട്ടുള്ള വേറൊരു പോർട്ടലുണ്ട്, ഇ-വേ ബിൽ പോർട്ടൽ എന്ന് പറയും. ആ പോർട്ടലിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഇത് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് 50,000 രൂപയുടെ മേളിൽ വാല്യൂ ഉള്ള ഗുഡ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ, അത് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അത് സെയിൽ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ജോബ് വർക്കോ അങ്ങനെ എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. അത് നമ്മുടെ ബില്ലിനകത്ത് അതേ കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം ആയിരിക്കും അതിൽ വരുന്നത്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടർ, നമ്മളൊരു വണ്ടിയിലാണ് കൊണ്ടുവന്നെങ്കിൽ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണും. അതുപോലെ നമ്മളിപ്പം ഏത് ലൊക്കേഷനിൽ നിന്ന് ഏത് ലൊക്കേഷനിലേക്കാണോ കൊണ്ടുപോകുന്നത് അത് പിൻകോഡ് ബേസ്ഡ് ആണ്. അപ്പം നമുക്ക് ഇപ്പം ബയറുടെ പിൻകോഡും സെല്ലറുടെ പിൻകോഡും അതിൽ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കിലോമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വരും. അങ്ങനെ ആ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഇ-വേ ബിൽ എന്ന് പറയുന്നത്. അത് 50,000 മേളിൽ വാല്യൂ ഉള്ള സാധനമാണെങ്കിൽ ഇ-വേ ബില്ല് മാൻഡേറ്ററി ആണ്. 50-ൽ താഴെയാണ് ആ ബില്ലിൻ്റെ വാല്യൂ വരുന്നതെങ്കിൽ ഇ-വേ ബില്ലിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ 10 കിലോമീറ്ററിൽ താഴെയാണ് ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെയും നമുക്ക് ഇ-വേ ബില്ലിൻ്റെ ആവശ്യമില്ല. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 മേളിൽ വാല്യൂ വരുന്ന ഗുഡ്സ് 10 കിലോമീറ്ററിൻ്റെ മേളിലാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അത് ഏതെങ്കിലും വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത്. വാഹനം എന്ന് പറയുന്ന അതിപ്പം അതായത് മാനുവലി അല്ല, ഒരാൾ തലച്ചുമട്ടിലോ അല്ലെങ്കിൽ ഉന്തുവണ്ടിയിലോ കൊണ്ടുപോകുന്നതല്ലാതെ ഉള്ള എല്ലാ കേസും, അത് ബൈ റോഡാവാം, റെയിലാവാം, ഷിപ്പാവാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പം ബൈ എയർ ആവാം, എങ്ങനെയാണെങ്കിലും ഇ-വേ ബില്ല് മാൻഡേറ്ററി ആണ്. അതേപോലെ വേറൊരു സംഭവമാണ് ഇൻവോയ്സ് എന്ന് പറയും. ഇൻവോയ്സ് ശരിക്കും ആപ്ലിക്കബിലിറ്റി വരുന്നത് GST വന്നതിന് ശേഷം
ഏതെങ്കിലും ഒരു ബിസിനസ്സിന് 5 കോടിയുടെ മുകളിൽ ടേൺ ഓവർ വന്നിട്ടുണ്ടെന്ന് വെക്കുക. അങ്ങനെയുള്ള ഒരു സ്ഥാപനം ഒരു B2B ഇൻവോയ്സോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇൻവോയ്സോ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഈ ഇൻവോയ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഈ ഇൻവോയ്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു യൂണീക്ക് IRN നമ്പർ കിട്ടും, ഒരു QR കോഡും കാണും. അപ്പം ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴേലും ഇത് നമ്മൾ ഈ ഗുഡ്സ് കൊണ്ടുവന്ന വഴിക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഇൻസ്പെക്ഷൻ വരുമ്പോഴോ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഈ ബില്ല് സ്കാൻ ചെയ്ത് അതിനകത്ത് QR സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇത് ജെനുവിൻ ബില്ലാണോ അതോ ഫേക്ക് ബില്ലാണോ എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അത് അറ്റ് പ്രസൻറ്റ് 5 കോടിയുടെ മേളിൽ ടേൺ ഓവർ ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ അത് മാൻഡേറ്ററി ആയിട്ടുള്ളൂ. അതുപോലെ ഈ GST കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ അതെന്താണ്? കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുകിട സംരംഭകരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പ്ലാനാണ്. അതിനകത്ത് നമ്മളിപ്പോൾ ഒരു നോർമൽ GST രജിസ്ട്രേഷൻ നമുക്ക് 2 ഇതുണ്ട്, കോമ്പോസിഷനും ഉണ്ട്, റെഗുലർ സ്കീമും ഉണ്ട്. നമ്മൾ ജനറലി കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു 80% ആളുകൾ എടുക്കുന്നതും റെഗുലർ സ്കീമായിരിക്കും. ബാക്കി 20% അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സ്കീമാണ് ഈ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന ടോട്ടൽ ടേൺ ഓവറിൻ്റെ 1% മാത്രം നമ്മൾ GST അടച്ചാൽ മതി. നമ്മളിപ്പം ഗുഡ്സാണ് ഡീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചെറിയ ചെറിയ കടകൾ അവർക്ക് GST രജിസ്ട്രേഷൻ കാണും, പക്ഷേ ഈ പറഞ്ഞ കോമ്പോസിഷൻ സ്കീമായിരിക്കും. അപ്പം അവരുടെ ഒരു ക്വാർട്ടർലി ടേൺ ഓവർ എടുക്കുക, എത്ര ലക്ഷം രൂപയുടെ കച്ചവടം അവിടെ നടക്കുന്നു എന്നുള്ളത്, അതിൻ്റെ 1% മാത്രം അവർ GST അടയ്ക്കും. അപ്പോൾ അതിനകത്തൊരു കുഴപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ അടുത്തൊന്നും ഇവർക്ക് ഈ GST കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ആ ഒരു കച്ചവടക്കാരൻ എത്ര ലക്ഷം രൂപയുടെ ഒരു 1 ലക്ഷം രൂപയുടെ ടേൺ ഓവർ അവിടെ നടന്നു എന്ന് വെക്കുക ഒരു ക്വാർട്ടറിൽ, അപ്പം അതിൻ്റെ 1% മേ ബി ആ ഒരു 1000 റുപ്പീസ് ആയിരിക്കും, അത് മാത്രം അദ്ദേഹത്തിന് GST അടച്ചാൽ മതി. അത് കസ്റ്റമറുടെ അടുത്തൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, ആ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ട് അത് കൊടുക്കേണ്ടി വരും. അതിനാണ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇദ്ദേഹം സർവീസാണ് സെല്ല് ചെയ്യുന്നതെന്ന് വെക്കുക, സർവീസ് ആണെങ്കിൽ അത് 6% ആണ് വരുന്നത്. 3% CGST, 3% SGST. അവിടെയും കസ്റ്റമറുടെ അടുത്തുനിന്ന് അത് കളക്ട് ചെയ്യാൻ പറ്റില്ല, ആ ബിസിനസ്സുകാരൻ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഈ കോമ്പോസിഷൻ സ്കീം നമുക്ക് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5 കോടിയിൽ താഴെ ആയിരിക്കണം. 1.5 കോടിയുടെ മേളിലാണ് അദ്ദേഹത്തിൻ്റെ ടേൺ ഓവറെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു റെഗുലർ ഓപ്ഷനിലേക്ക് മാറേണ്ടി വരും. പിന്നെ ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ഓർ സെയിൽ പാടില്ല, എല്ലാം ആ വിതിൻ സ്റ്റേറ്റ് ആയിരിക്കണം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് GST ബില്ല് ഇഷ്യൂ ചെയ്യാൻ പറ്റുകയില്ല, കസ്റ്റമറുടെ അടുത്തുനിന്ന് GST കളക്ട് ചെയ്യാനും പറ്റുകയില്ല. അപ്പം ഇതൊക്കെയാണ് ഈ കോമ്പോസിഷൻ സ്കീമിലുള്ള പോരായ്മ. അതേപോലെ ഈ 1% GST ബില്ല് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ആരെങ്കിലും ഒരാളൊരു പ്രൊഡക്റ്റോ സർവീസോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർച്ചേസ് ചെയ്യുന്ന ആൾക്കും അതിൻ്റെ ഇൻപുട്ടും ഒന്നും അവൈൽ ചെയ്യാൻ പറ്റില്ല. ഇതാണ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ GST നമ്മൾ ഒരിക്കലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അതിനെയും ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ സെയിം നമ്പർ തന്നെ കിട്ടുമോ അതോ പുതിയ നമ്പർ ആയിരിക്കും കിട്ടുന്നത്? GST ക്യാൻസലേഷനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അതിന് ജെനുവിൻ റീസൺ വേണം. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എന്തെങ്കിലും കാരണം കൊണ്ട്, അത് ചിലപ്പോൾ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് തുടങ്ങിയതാണെങ്കിൽ ആ പർപ്പസ് സെർവ് ചെയ്ത് കാണും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ബിസിനസ് വന്നില്ല. അപ്പം അങ്ങനെ ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് ബിസിനസ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അങ്ങനെ നമ്മൾ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിലവിലുള്ള GST രജിസ്ട്രേഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി വേറെ സുവമോട്ടോ ക്യാൻസലേഷൻ എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3B 3 മാസം 3B കണ്ടിന്യൂസ് ആയിട്ട് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ GST ഓഫീസർക്ക്, നമ്മുടെ ഫയൽ ഏത് ഓഫീസിലാണ് വന്നത് ആ ഓഫീസർക്ക് നമ്മുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ 2 രീതിയിലാണ് GST ക്യാൻസലേഷൻ വരുന്നത്. ഇതല്ലാതെ വേറെ ക്യാൻസലേഷൻസും ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബിസിനസ് വേറൊരു ബിസിനസ്സുമായിട്ട് മെർജ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ആ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി മാറി, നമ്മൾ പാർട്ണർഷിപ്പിൽ നിന്ന് നമ്മൾ ഒന്നല്ലെങ്കിൽ ഒരു LLPയിലേക്ക് മാറി, ഇല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് മാറി, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ GST ക്യാൻസലേഷന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി GST ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ രജിസ്ട്രേഷൻ വീണ്ടും അത് റിവോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാൻസലേഷൻ നമ്മളായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വിതിൻ നെക്സ്റ്റ് 30 ഡേയ്സ് നമുക്കത് റിവോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പം നമ്മുടെ GST ഓഫീസർ തന്നെയാണ് ഇത് ക്യാൻസൽ ചെയ്തത്, സുവമോട്ടോ ക്യാൻസലേഷൻ ആണെന്ന് വെക്കുക, അങ്ങനെയുള്ള കേസിൽ നമുക്കത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓഫീസർക്ക് ലെറ്ററും കാര്യങ്ങളും കൊടുക്കാം, അത് റിവോക്ക് ചെയ്ത് തരണമെന്നുള്ളത് ഓഫീസറുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇനിയിപ്പം അങ്ങനെ വൺസ് GST ക്യാൻസൽ ആയി എന്ന് വെക്കുക,
നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യുമ്പം അതേ നമ്പർ തന്നെ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്, പുതിയൊരു GST രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും.